അത് നിങ്ങൾക്കറിയാം. നമ്മളൊരിക്കലും ഒരു രാഷ്ട്രീയവും ഞാൻ പള്ളിയിൽ പറയുകയില്ല. ഒരു പാർട്ടിയോ വ്യക്തികളായിട്ട് എനിക്ക് ചാച്ചിലുകളില്ല. നിഷ്പക്ഷത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ആത്മീയ കാര്യത്തെപ്പറ്റി പറയുക, അത് വൈറലാവുകയും ചെയ്താൽ അപ്പോൾ അതിൻ്റെ ആത്മീയ വശം നമ്മൾ പറയും. അതുപോലെ ഒരു നേതാവിൻ്റെ ഒരു ആത്മീയ പരാമർശം വളരെയേറെ വ്യാപകമായി. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മൺമറഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തി? 92 വയസ്സായ അവസരത്തിൽ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു പോലും, എന്തുകൊണ്ടാണ് ദൈവവിശ്വാസം കളഞ്ഞത്? അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം വളരെ ചിന്തനീയമാണ്. നാമും അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം തോന്നും. ആ ഒരു വേദനയുടെ ചാപ്റ്റർ അദ്ദേഹം ജീവിതത്തിൽ നടന്നൊരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ്. വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഈ അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ അമ്മ ചിക്കൻ ബോക്സ് എന്ന് പറയാൻ പോലെ വസൂരി പോലെ, അന്നത്തെ ചിക്കൻ ബോക്സിന് വലിയൊരു വകഭേദം വസൂരി പിടിപെട്ട്, അന്ന് വസൂരി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ വീട്ടിൽ നിന്ന് മാറി ഒരു പാടത്തിൻ്റെ അറ്റത്ത് ഒരു തുരുത്തിൽ ഒരു വൈക്കോലിട്ട് താൽക്കാലികമാക്കി ഉണ്ടാക്കിയ ഷെഡിൽ കൊണ്ടുവന്ന് ഈ അമ്മയെ കെടുത്തും. ഏത് രോഗിക്ക് അന്ന് ആ രോഗം വന്നാൽ അതേ വഴിയുള്ളൂ. അന്ന് ആ രോഗം വന്നു കഴിഞ്ഞാൽ ആളുകൾ മരിക്കും. അത്രയ്ക്ക് പെട്ടെന്ന് പകർന്നു പിടിക്കും. നമ്മുടെ നാട്ടിൽ വിശുദ്ധ സെബസ്ത്യാനോസിനാണ് ഭക്തി ഉണ്ടാവാൻ ഒരു കാരണം ഈ രോഗത്തെ പറ്റിയുള്ള പേടിയായിരുന്നു. അന്ന് ഈ രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷിക്കാനുള്ള ഏക വൈദ്യരും ഏക മരുന്നും ഏക ശക്തിയും വിശുദ്ധ സെബസ്ത്യാനോസിനാണ് നമുക്ക്. അതുകൊണ്ടാണ് ആ പുണ്യവാനോടുള്ള ഏറ്റവും വലിയ ബഹുമാനവും ആദരവും നമ്മുടെ നാട്ടിൽ വളർന്നു വന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അമ്മയെ അതുപോലൊരു ഷെഡിൽ കൊണ്ടുവന്നിട്ടു. ആ ഷെഡിനൊരു പ്രത്യേകതയുണ്ട്. ആ ഷെഡിൽ കിടക്കുന്ന അമ്മയ്ക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഓലക്കീറിലൂടെ കാണാൻ പറ്റും. എല്ലാ ദിവസവും അച്ഛൻ, ഈ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ അച്യുതാനന്ദനെ കയ്യിലെടുത്തുകൊണ്ട് ആ ഷെഡിൻ്റെ അകലെ കൊണ്ട് നിർത്തും. എന്നിട്ട് നിൻ്റെ അമ്മ അവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അകലെ കൊണ്ടുവന്ന് വയ്ക്കും. അതിൻ്റെ അകത്തേക്ക് പോകാൻ ആർക്കും ധൈര്യമില്ല, പടർന്ന് പിടിക്കുമല്ലോ ഈ രോഗം. അങ്ങനെ അതാണ് അമ്മ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഈ കുഞ്ഞ് അച്ഛൻ്റെ മടിയിലിരുന്ന് പ്രാർത്ഥിക്കും എന്നും, എനിക്കെൻ്റെ അമ്മയെ തിരിച്ചു കിട്ടണം, എനിക്കെൻ്റെ അമ്മ വേണം, എനിക്ക് അമ്മയ്ക്ക് ഒന്നും പറ്റരുത് എന്ന് നിരന്തരം പ്രാർത്ഥിക്കും. നമ്മളിന്ന് വളരെ തെറി പറയുന്ന ഒരു വാക്കുണ്ട്. അന്ന് അതായിരുന്നു അതിൻ്റെ പേര്. എന്താണ്? ഈ ഷെഡിൽ ഒരു വ്യക്തിയുടെ അനക്കം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പകുതി ജീവനുണ്ടാവും, ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും, ആർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അനക്കം നിന്ന് കഴിഞ്ഞാൽ ആൾ മരിച്ചതായിട്ട് കണക്കാക്കി ആ വൈക്കോൽ കൂനയ്ക്ക്, ആ ഈ ഓല കൂനയ്ക്ക് തീ വയ്ക്കും. തീ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആൾ മരിച്ചതായിരിക്കാം, ചിലപ്പോൾ പകുതി ജീവൻ കാണും. അതിൽ കത്തി ദഹിക്കും. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഈ പണ്ടാരം എന്ന് പറയും. പണ്ടാരപ്പുര പണ്ടത്തെ ആ ഷെഡിൻ്റെ പേരാണ്. അങ്ങനെ അത് തീയിലമർന്ന് കത്തി അമർന്ന് അത് താഴേക്ക് വീഴും. അതിനെയാണ് ഈ പണ്ടാരം അടങ്ങി എന്ന വാക്ക് നമ്മുടെ നാട്ടിൽ. ഇന്നിപ്പോൾ നമ്മളതൊരു തെറി പോലെ പറയും, പക്ഷെ അതൊരു വലിയ ദുരന്തത്തിൻ്റെ പേരായിരുന്നു. അങ്ങനെ വൈറസൊക്കെ ചത്ത് അതിൻ്റെ കൂടെ മനുഷ്യനും മരിച്ച് ആ പുര കത്തി ഒതുങ്ങി താഴേക്ക് വീഴും, പണ്ടാരം അടങ്ങും. ഈ ദുരന്തം എൻ്റെ അമ്മയ്ക്കുണ്ടാവരുതെന്ന് അദ്ദേഹം കൊച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ എന്തോ ആ അമ്മയ്ക്ക് ആ ദുരന്തം സംഭവിച്ചു. അങ്ങനെ ഏതാനും വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന് 12-13 വയസ്സായപ്പോൾ അച്ഛൻ അസുഖം വന്നു. പനി പടർന്നു പിടിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഈ അച്യുതാനന്ദൻ്റെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ, മക്കളെ, കുറേ ആൺപിള്ളേരുണ്ട്, വളർത്തിക്കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്യാണ്. അപ്പോഴാണ് അച്ഛന് പനി പിടിച്ചു. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു.
എനിക്ക് എൻ്റെ അച്ഛനെ വേണം, തിരിച്ചു കിട്ടണം. പക്ഷേ ആ ദുരന്തവും ആ കുടുംബത്തുണ്ടായി. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും മരിച്ചുപോയി. അപ്പോൾ ആ കുഞ്ഞ് തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിൽ നിർണായകമായ സമയത്ത് പ്രാർത്ഥന കേൾക്കാതിരുന്ന ഒരു ദൈവത്തിൽ ഇനി ഞാൻ ആശ്രയിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം അവിടെ വെച്ച് അസ്തമിക്കുകയും ചെയ്തു. ഇത് കേട്ട് കഴിയുമ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റ് ഫേസ്ബുക്കിലും ഇതിങ്ങനെ പ്രചരിക്കുമ്പോൾ നമുക്കും തോന്നും, ഇത് ശരിയല്ലേ, ഇതല്ലേ ഏതൊരു മനുഷ്യന് സാധിക്കുക? അപ്പോൾ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇതുപോലൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും വിഷമിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം തകരുമ്പോൾ എങ്ങനെ ആ പ്രതിസന്ധിയെ മനസ്സിലാക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഭവം അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, വളരെയേറെ ഭവനങ്ങളിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഇടയിൽ പറക്കമറ്റാത്ത കുഞ്ഞു മക്കളെ അനാഥമാക്കിക്കൊണ്ട് അപ്പന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അമ്മ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കാണാൻ എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ ആ ശവസംസ്കാരത്തിൻ്റെ അവസരത്തിൽ ഞാൻ ആ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച്, അവിടെ നിൽക്കുന്നവരെ കണ്ണീര് അത് കണ്ടിട്ട് അവരെ ആശ്വസിപ്പിച്ച്, പലപ്പോഴും അങ്ങനെയുള്ള മൃതസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വിഷമമാണ്. നമ്മുടെ ഹൃദയം തേങ്ങും ആ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്ത് പൊക്കാനായിട്ട്, ആ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ. അത്രയേറെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് തകർന്ന മക്കളിരുന്ന് കരയുന്ന അവസരത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഉപദേശം പോലെ പറയും, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അപ്പനെ അല്ലെങ്കിൽ അമ്മയെ ദൈവം വിളിച്ചാൽ ആ കുടുംബത്തിൻ്റെ അപ്പനോ അമ്മയോ ആയി ദൈവം മാറുന്ന കാണാം. അച്ഛൻ മരിച്ചു എന്നതുകൊണ്ട് ഒരു കുടുംബം അനാഥാവില്ല. അമ്മ മരിച്ചു എന്നതുകൊണ്ട് ഒരു കുടുംബം അനാഥമാവുകയില്ല. ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ദൈവം ഏറ്റെടുത്ത് ആ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആശ്വസിപ്പിച്ച് ഞാൻ പറയും. എൻ്റെ ഒരു അൾത്താര സംഘക്കാരൻ, അവൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ച് ഞാൻ ശവസംസ്കാരത്തിന് ചെന്നിരിക്കുകയാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ആ യുവതിയായ അമ്മ ഇരുന്ന് അലമുറയിടുന്നു. ഞാൻ ശവസംസ്കാരത്തിന് ചെന്നപ്പോൾ തന്നെ ആ കൊച്ചെൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് എൻ്റെ കാലുമ്മ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനെ കൊന്ന ദൈവം എന്തൊരു ദുഷ്ടനാണ് എന്നോട്. കൊച്ചു കരയാണ്. ഈ കുട്ടി എങ്ങനെ ആശ്വസിപ്പിക്കും? അങ്ങനെയുള്ള അവസരത്തിൽ നാം പറയുന്ന ആശ്വാസത്തിൻ്റെ വാക്കാണ്, അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ഉണ്ടാവാം. അപ്രതീക്ഷിതമായ തകർച്ചയിലൂടെ ദൈവം വേണ്ട സമയത്ത് പ്രാർത്ഥന കേൾക്കാത്തവനായി ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിലുണ്ടായ നാം എങ്ങനെ നേരിടണം? അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഈ നേതാവിൻ്റെ കാര്യം എടുത്തു നോക്കുക. അദ്ദേഹത്തിന് ജാതിയുടെ മഹത്വമോ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് 82-ാമത്തെ വയസ്സിൽ കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും പ്രായമേറിയ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് അർഹിക്കുന്ന സപ്പോർട്ട് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എന്നും വിഭാഗീയത ഉണ്ടായിരുന്നു. അതിനെ തരണം ചെയ്ത് ജീവിതത്തിലുടനീളം വിജയം അദ്ദേഹം ആസ്വദിച്ചു. ജീവിതത്തിലുടനീളം ഉയർന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അറിവില്ലാത്ത, വലിയ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ആള്, സാമ്പത്തിക സുരക്ഷിതത്വമില്ലാതിരുന്ന ആള്, വലിയ പണമുള്ള കുടുംബങ്ങളിലോ മാതാപിതാക്കളിലോ ജനിക്കാൻ ഭാഗ്യം കിട്ടാതിരുന്ന ഒരു വ്യക്തി, ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഉയർന്നു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാഷ്ട്രം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചതായിട്ട് നാം മനസ്സിലാക്കി. അത്ര ഉന്നതമായൊരു നിലയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പം നാം നമ്മുടെ മനസാക്ഷിയോട് ഇങ്ങനെ ചോദിക്കണം, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നാം പറയും അതിൻ്റെ കാരണം ദൈവമാണ്, ക്രൂരനായൊരു ദൈവം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും വിജയവും ഉണ്ടാകുമ്പോൾ നാം എന്തു പറയും? ആരാണ് അതിൻ്റെ പുറകിൽ നിന്നത്? അപ്പോൾ നാം പറയും അതെൻ്റെ കഴിവും യോഗ്യതയുമാണ്, അതെനിക്ക് ദൈവം തന്നതാണെന്ന് പറയുമ്പോൾ നാം വിശ്വാസിയാവും. അതെൻ്റെ യോഗ്യതയും കഴിവുമാണെന്ന് കരുതുന്നിടത്ത് നാം വിശ്വാസിയാവും. അതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം.
നാം നമ്മുടെ ജീവിതത്തിലെ തകർച്ചയുടെ കാരണം പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തെ പഴിചാരുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഉയർച്ചയുടെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കണം. ചിലർ പറയും, എനിക്ക് ഈ ഉയർച്ചയൊക്കെ ഉണ്ടായത് എൻ്റെ കാരണവന്മാരുടെ സ്വത്ത് കൊണ്ടാണ്. അപ്പോൾ ദൈവം ചോദിക്കും, ഈ മാതാപിതാക്കളെ നിനക്ക് ആര് തന്നതാണ്? ചിലർ പറയും, എനിക്ക് കഠിനാധ്വാനം ചെയ്തിട്ട് ഞാനിത് നേടിയത്. അപ്പോൾ ദൈവം ചോദിക്കും, ഈ കഠിനാധ്വാനം ആരോഗ്യം നിനക്ക് ആര് തന്നതാണ്? ചിലർ പറയും, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത കൊണ്ട് ഞാൻ നേടിയതാണ്. അപ്പോൾ ദൈവം ചോദിക്കും, നിനക്ക് ഈ വിദ്യാഭ്യാസത്തിനുള്ള ബുദ്ധി അതാര് തന്നതാണ്? ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ഞാൻ നേടിയെന്ന് നമ്മൾ അഹങ്കാരം പറയും. അപ്പോൾ ദൈവം ചോദിക്കും, ഈ നിന്നേക്കാ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കൂലിപ്പണി ചെയ്ത് നടക്കുകയാണ് നേരം വെളുക്കും വൈകുന്നേരം വരെ. ഇത് നിനക്ക് ദൈവം, നീ എന്ന് എന്തായിരിക്കുന്നവോ അത് നിനക്ക് ദൈവം തന്നതാണ് എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നന്ദി ചൊല്ലി തീരുവാൻ ഈ ജീവിതം പോരാ എന്ന് നമ്മളും പാടിപ്പോകും. എല്ലാം ദൈവത്തിൻ്റെ കഴിവാന്ന് പറയും. അത് നമ്മുടെ ജീവിതത്തെ നാം കാണുന്ന കാഴ്ചപ്പാട് പോലെ ഇരിക്കും. നാം വിശ്വാസിയാവണോ അവിശ്വാസിയാവണോ, ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട് ഏതൊരു പ്രതിസന്ധിയിലും. പക്ഷെ നാം ഏത് രീതിയിൽ അതിനെടുക്കുന്നോ എന്നതിലിരിക്കും നമ്മുടെ വിശ്വാസവും അവിശ്വാസവും. ജീവിതത്തിൽ ഈ വക ദുരന്തങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഒരു സമയം വരും. ദൈവം പ്രാർത്ഥന കേൾക്കും. നമ്മെ അനാഥമായി ദൈവം വിടുകയില്ല. അവൻ നമ്മെ താങ്ങിക്കൊള്ളും. ചോദിക്കുന്ന ഏതൊരുവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറന്നു കിട്ടും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ ചിന്ത മനസ്സിൽ കരുതാൻ, ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയെ